ഇന്നത്തെ റെസിപ്പി തേങ്ങ അരച്ച മീൻ കറിയാണ്. മാങ്ങയും ചേർക്കുന്നുണ്ട്. മീൻ അയലയാണ് എടുത്തിരിക്കുന്നത്. ഏത് മീനിലും ഇതേ രീതിയിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. തേങ്ങ അരച്ച അയല മാങ്ങാക്കറി. മാങ്ങ ഇല്ലെങ്കിൽ കുടംപുളി ചേർത്ത് ഇതേ രീതിയിൽ തന്നെ തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. തേങ്ങ ചേർക്കാതെ മുളകിട്ട മീൻ കറിയുടെ റെസിപ്പി വേണമെങ്കിൽ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ചെക്ക് ചെയ്യാവുന്നതാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇത് അടുപ്പിൽ ചട്ടി വെച്ചിട്ടുണ്ട്. അല്പം വെളിച്ചെണ്ണ ഒഴിക്കുക. ഒരു 3 ഇഞ്ച് വലുപ്പത്തിൽ ഇഞ്ചി കഷ്ണങ്ങളാക്കി ചേർക്കുക. കുറച്ച് വലിയ കഷ്ണങ്ങളാക്കി ചേർക്കുക. 6-7 വെളുത്തുള്ളി എടുക്കുക. ഞാനിത് വലിയ വെളുത്തുള്ളി ആയത് കാരണം നടുകെ ഒന്ന് കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. ചെറിയ വെളുത്തുള്ളി ആണെങ്കിൽ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, അങ്ങനെ ചേർക്കുക. ഇഞ്ചിയും വെളുത്തുള്ളി ഒരേ സൈസ് ആകാൻ വേണ്ടിയാണ് കട്ട് ചെയ്ത് ചേർത്തത്. ഇതിനെ നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കുക. പച്ച ടേസ്റ്റ് ഒന്ന് മാറിക്കോട്ടെ. ഒത്തിരി നേരം വഴറ്റേണ്ട ആവശ്യമില്ല, ബ്രൗൺ ആക്കണ്ട. ഒരു 20 സെക്കൻഡോളം മതിയാകും. ഇതായിട്ടുണ്ട്. ഇനി അടുപ്പിൻ്റെ തീയെ നല്ലവണ്ണം കുറച്ച് വയ്ക്കുക. അതിനുശേഷം പൊടികൾ ചേർക്കാം. മുളക് പൊടിയാണ് ചേർക്കുന്നത്. 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുക. ഞാൻ എരിവുള്ള മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുക. കുറഞ്ഞ തീ തന്നെ നല്ലവണ്ണം ഇതൊന്ന് ചൂടാക്കിയെടുക്കണം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പൊടി ഒട്ടും കരിഞ്ഞു പോകരുത്, കരിഞ്ഞു പോയ ടേസ്റ്റ് മാറും. നല്ലവണ്ണം ചൂടായാൽ മാത്രം മതിയാകും. ഇതിന് ഒരു 20 സെക്കൻഡ് അല്ലെ 25 സെക്കൻഡ് നേരം മതിയാകും. അതായത് നല്ലവണ്ണം ചൂടായിട്ടുണ്ട്, ഒട്ടും കരിഞ്ഞു പോയിട്ടില്ല. പുക കണ്ട് പേടിക്കേണ്ട. പ്രത്യേകിച്ച് വെളിച്ചെണ്ണ ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെയാണ്, അല്പം ഇതുപോലൊക്കെ പുക വരും ചൂട് കൂടുമ്പോൾ. ഇനി ഇതിലോട്ട് 1 കപ്പ് തേങ്ങ ചേർക്കാം. ഇനി തേങ്ങ നല്ലവണ്ണം ചൂടാകുന്നത് വരെ ഇളക്കി കൊടുക്കുക. തേങ്ങ നല്ലവണ്ണം ഒന്ന് ചൂടായാൽ മാത്രം മതി. ഏകദേശം 1 മിനിറ്റിനടുത്തായിട്ടൊന്ന് നല്ലവണ്ണം ഇളക്കി കൊടുത്ത് ചൂടാക്കിയെടുക്കുക. തീയെ ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിക്കോളൂ. ഇതിൻ്റെ കൂടെ ഒരു 4-5 കറിവേപ്പില മാത്രമായിട്ട് ചേർക്കുക. ഈ പൊടിയുടെ അളവായാലും തേങ്ങയുടെ അളവായാലും ഞാൻ എടുക്കുന്ന മീനിൻ്റെ അനുസരിച്ചാണ്. ഞാനിവിടെ കഴുകി വെട്ടിയെടുത്തതിന് ശേഷം 550 ഗ്രാം അയലയാണ് എടുത്തിട്ടുള്ളത്. തേങ്ങ ഒത്തിരി അങ്ങ് ഡ്രൈ ആയി പോകരുത്, നന്നായിട്ട് ചൂടായാൽ മാത്രം മതിയാകും. ഇതായിട്ടുണ്ട്. ഇതിനെ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി ഇതുപോലെ ഇങ്ങനെ നിരത്തി ഇടണേ. ഇതേ ചട്ടി തന്നെ വെക്കേണ്ട, ചട്ടിക്ക് നല്ല ചൂടുള്ളത് കാരണം വീണ്ടും ഡ്രൈ ആയി പോകും. നല്ലവണ്ണം ആറി വന്നതിന് ശേഷം മിക്സർ ജാറിനകത്തിട്ട് അരച്ചെടുക്കുക. നല്ലവണ്ണം അരച്ചെടുക്കണം. കുറേശ്ശെ വെള്ളം ചേർത്ത് അരച്ചെടുക്കുക. ആദ്യമേ ഒന്ന് പൊടിച്ചെടുത്തിട്ട് കുറേശ്ശെ വെള്ളം ചേർത്താലും മതി. എങ്ങനെയായാലും നന്നായിട്ട് അരഞ്ഞിരിക്കണം. ഇത് കണ്ടില്ലേ, നന്നായിട്ട് അരച്ച് ഇതിനെ അങ്ങോട്ട് മാറ്റി വയ്ക്കാം. വീണ്ടും ചട്ടി വെച്ചിട്ടുണ്ട്. ഒരു 3-4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ. എണ്ണ ചൂടായിട്ട് കുറച്ച് കടുക് ഇട്ടൊന്ന് പൊട്ടി വരട്ടെ. കടുക് പൊട്ടിയതിന് ശേഷം 1/2 സ്പൂൺ ഉലുവ ചേർക്കുക. തീ നല്ലവണ്ണം കുറച്ച് തന്നെ വെച്ചിട്ടുണ്ട്. ഇനി കുറച്ചേറെ വറ്റൽമുളക് ചേർക്കുക. കൂടെ തന്നെ കുറച്ചേറെ കറിവേപ്പിലയും ചേർക്കുക. ഇനി ഇതിലോട്ട് 2 പച്ചമുളക് നെടുകെ കീറിയത് ചേർക്കുക. ഒരു 7-8 ചെറുള്ളി ചെറുതായിട്ട് കനം കുറഞ്ഞ് അരിഞ്ഞ് ചേർക്കുക. ഇനി ചെറുള്ളി ഒന്ന് വഴറ്റിയെടുക്കണം. ഒത്തിരി ബ്രൗൺ ആക്കി എടുക്കണ്ട, നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടിയാൽ മതി. ഇളക്കി കൊടുക്കുക. ഇതായിട്ടുണ്ട്. ഉള്ളിയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് തക്കാളി ചേർക്കുക. ഒറ്റ തക്കാളി മാത്രം ചേർത്താൽ മതി. കുറച്ച് വലിയ കഷ്ണങ്ങളാക്കിയാണ് അരിഞ്ഞ് ചേർത്തിട്ടുള്ളത്. മാങ്ങ ചേർക്കുന്നുണ്ടെങ്കിലും പുളി ചേർക്കുന്നുണ്ടെങ്കിലും തക്കാളിയോടെ ചേർത്തിരിക്കണം, നല്ല ടേസ്റ്റാണ്. തക്കാളി ഇനി വഴറ്റി കുഴയേണ്ട ആവശ്യമൊന്നുമില്ല. 1 മിനിറ്റ് നേരത്തേനൊന്ന് തക്കാളി ഒന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് വാടി വന്നാൽ മതി. തീ ഒരൽപ്പം കൂട്ടിക്കൊടുക്കുക. ഇത്രയും മതി. തക്കാളി ചൂടായിട്ടുണ്ട് നന്നായിട്ട്, അത് മതി. ഇനി ഇതിലോട്ട് അരപ്പ് ചേർക്കാം.
ഇനി ആ ജാറിനകത്ത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. ഇനി ഒന്ന് ഇളക്കി നോക്കിയതിന് ശേഷം അതിൻ്റെ തിക്കനുസരിച്ച് വെള്ളം ഒഴിച്ചാൽ മതി. അതായത് മീൻ മുങ്ങിക്കിടക്കണം, ആ രീതിയിൽ വേണം വെള്ളം ഒഴിക്കാനായിട്ട്. കുറച്ചുകൂടെ വെള്ളം ഒഴിക്കാം. ഇപ്പോൾ പാകത്തിനുള്ള വെള്ളം ആയിട്ടുണ്ട്. ശേഷം ഉപ്പ് ചേർക്കുക, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മീനിൻ്റെ മുകളിൽ തന്നെ വെള്ളം നിൽക്കണം, ഈ ചാറ് നിൽക്കണം. പിന്നെ ഒന്ന് അല്പം വറ്റും, ആ ഒരു കണക്കനുസരിച്ച് വെള്ളം ഒഴിക്കുക. ഇനി ഇത് മൂടി വെക്കണം, നല്ലവണ്ണം ഒന്ന് തിളച്ച് വരട്ടെ. മാങ്ങ ചേർക്കുന്നില്ലെങ്കിൽ ഈ സമയത്ത് കുടംപുളി ചേർത്തിട്ട് മൂടി വയ്ക്കുക. ഇത് നല്ലവണ്ണം വെട്ടി തിളയ്ക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മീൻ ചേർക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 4 അയല മീനാണ്. ഞാൻ പറഞ്ഞില്ലേ, ഏത് മീൻ വേണേലും ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാവുന്നതാണ്. ഇനി മീൻ കഷ്ണങ്ങളെല്ലാം പെറുക്കി ഇട്ടതിന് ശേഷം നല്ലോണം ഒന്ന് താഴ്ത്തി കൊടുക്കുക. മീനിൻ്റെ മുകളിൽ ഇങ്ങനെ ചാറ് നിൽക്കുന്ന രീതിയിൽ വേണം വെള്ളം ഒഴിക്കാനായിട്ട്. അഥവാ കുറച്ചുകൂടെ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒഴിക്കാവുന്നതാണ്. മീൻ കഷ്ണങ്ങൾ പെറുക്കിയിട്ടതിന് ശേഷം മാങ്ങ ചേർക്കുക. അല്പം വലിയ കഷ്ണങ്ങളാക്കി മാങ്ങ മുറിച്ചെടുത്തിട്ടുണ്ട്. പുളി അല്പം കുറവായിട്ടുള്ള മാങ്ങയാണ്, ഞാൻ ഒരു മാങ്ങയുടെ 1/4 ഭാഗം എടുത്തിട്ടുണ്ട്. പുളിക്കനുസരിച്ച് ചേർക്കുക. പിന്നെ മീനിൻ്റെ വലുപ്പം അനുസരിച്ച് മാങ്ങ കഷ്ണത്തിൻ്റെ വലുപ്പം കൂട്ടുക. അതായത് മീൻ വെന്ത് വരുന്ന സമയത്ത് മാങ്ങ അങ്ങ് വെന്ത് അലിന്ന് പോകരുത്. അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് വലിയ കഷ്ണങ്ങളാക്കിയാണ് അരിഞ്ഞ് ചേർത്തിട്ടുള്ളത്. മാങ്ങയെല്ലാം ഇതുപോലെ ഒന്ന് താഴ്ത്തി കൊടുത്തതിന് ശേഷം മൂടി വെച്ച് വേവിക്കാം. ആദ്യമേ തീ അല്പം കൂട്ടി തന്നെ കൊടുക്കുക. നല്ലവണ്ണം ഒന്ന് വെട്ടി തിളക്കട്ടെ. ഒരു 5 മിനിറ്റ് നേരം നല്ലവണ്ണം വെട്ടി തിളപ്പിക്കുക. അതിനുശേഷം തീ കുറച്ചിട്ട് കൊടുക്കുക. ഇടയ്ക്ക് തുറന്നിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് മാത്രം കൊടുക്കുക, കുത്തി ഇളക്കരുത്. പിന്നീട് കുറഞ്ഞ തീ തന്നെ ബാക്കിയുള്ള സമയം ആദ്യത്തെ 5 മിനിറ്റിന് ശേഷം കുറഞ്ഞ തീയിൽ വേവിച്ചെടുക്കുക. ഇവിടെ തീ കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എണ്ണയൊക്കെ കുറേശ്ശെ തെളിയാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. മാങ്ങയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഗ്യാസൊക്കെ ഓഫ് ചെയ്യുന്നതിന് 1 മിനിറ്റ് മുന്നായിട്ട് ഇത് ഉലുവപ്പൊടിയാണ് ചേർക്കേണ്ടത്. വളരെ കുറച്ച്, ഒരു 2 നുള്ളു മാത്രം ഉലുവപ്പൊടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒത്തിരി ആകരുത്, കയ്പ്പ് ടേസ്റ്റ് ഉണ്ടാകും. ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. എന്നിട്ട് കൂടെ തന്നെ കുറച്ചേറെ കറിവേപ്പില കൂടെ ചേർക്കുക. നനവില്ലാത്ത കറിവേപ്പില ചേർക്കുക. ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണയോടെ ഒഴിക്കുക. ഒന്നുകൂടി ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. ഇതിൽ മാങ്ങയെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്, ഉടയാതെ കിട്ടിയിട്ടുണ്ട്. ഇനി ചട്ടിയിൽ കറി ഇരിക്കും തോറും ഒന്നുകൂടി എണ്ണ തെളിയും. ഈ കറിക്ക് നല്ലൊരു മഞ്ഞ കളറല്ല കിട്ടുന്നത്, ഒരു ഓറഞ്ച് ചേർന്നൊരു കളറാണ്. അപ്പം നല്ലവണ്ണം കറി ആറിയതിന് ശേഷം കുറച്ചുകൂടി ഒരു ഡാർക്ക് കളറാകുകയും ചെയ്യും. മാങ്ങയെല്ലാം പാകത്തിന് വെന്തിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. കറി ഒന്ന് ആറിയതിന് ശേഷം ഒരല്പം ചാറ് കുറുകിയും വരും. ട്രൈ ചെയ്ത് നോക്കുക. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തന്നൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടെ തന്നെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കമൻറ്റും ഹൈപ്പ് തന്ന് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകല്ലേ. ഒരുപാട് സ്നേഹത്തോടെ താങ്ക്സ് ഫോർ വാച്ചിങ്.